സാധാരണ ഒരു നാട്ടുഭാഷയാണ് എല്ലില്ലാത്ത നാക്കുകൊണ്ട് എന്തും പറയാം. പക്ഷേ എല്ലില്ലാത്ത നാക്കുകൊണ്ട് പറയുന്ന വാക്കുകൾ അവനവനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ആകെ പറ്റിയിരിക്കുന്നത് CPM-നാണ്. വിമത സമ്മേളനത്തിൽ പങ്കെടുത്തതിന് PK ശശിയെ CPM പുറത്താക്കിയിരിക്കുകയാണ്. അതിനെ ന്യായീകരിക്കാനെത്തിയ വാക്കുകളാണ് ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്നത്. മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടിയുടെ പ്രസ്താവന ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും എതിർ പാർട്ടിക്കാരും നന്നായി ഏറ്റെടുക്കുകയാണ്. PK ശശി എന്ന വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീയും കാലുകുത്താറില്ലായിരുന്നു എന്നും ഇപ്പോൾ അവർക്ക് ധൈര്യമായി ഓഫീസിലേക്ക് വരാമെന്നുമാണ് ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവന ഇങ്ങനെ തുടരുന്നു. വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സജീവമായി കടന്നു വരാറുണ്ട്. എന്നാൽ PK ശശി ഉണ്ടായിരുന്നപ്പോൾ തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീയും വരാറില്ല. അവർക്കെല്ലാം പേടിയായിരുന്നു. അവരെല്ലാം ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കും. മണ്ണാർക്കാടിലെ പരിപാടികൾക്ക് വരില്ല. ഇവിടെയുള്ളവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. മുൻകാല അനുഭവങ്ങളുണ്ട്. ഇനി അവർക്കെല്ലാം ധൈര്യസമേതം കടന്നു വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവന. പുതിയൊരു ക്യാപ്സൂൾ. പക്ഷേ ക്യാപ്സൂൾ അസുഖത്തിന് കഴിച്ചതാണെങ്കിലും മാറിപ്പോയി. അലർജി ഉണ്ടാക്കിയിരിക്കുന്നു, ചൊറിച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പാർട്ടി അംഗങ്ങൾ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രസ്താവന യുദ്ധവുമായി ഇറങ്ങിയിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞു. മാത്രമല്ല ലോക്കൽ കമ്മിറ്റികളിലും നേതാക്കന്മാരുടെ ഇടയിലും ഈ വാർത്ത ചർച്ചയായി മാറിയിരിക്കുകയാണ്. വളരെയധികം പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇത്രയും കാലം പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങിയ സ്ത്രീകൾ തറവാട്ടിൽ പിറന്നവരല്ല, അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ളവരാണ് എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ് നാരായണൻകുട്ടിയുടെ ഈ പ്രസ്താവന എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പ്. ഇത്രയും കാലം പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങിയ സ്ത്രീകളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന പ്രസ്താവനയാണ് ഇതെന്ന് പ്രതിഷേധത്തിൽ പറയുന്നു. ഇതാണ് എല്ലില്ലാത്ത നാക്കുകൊണ്ട് പറയുന്നത് തിരിഞ്ഞുകൊത്തും എന്ന് പറയുന്നത്. ചിന്തിക്കാതെ ഒരാളിനെതിരെ എന്തും ക്യാപ്സ്യൂളാക്കുന്ന, ഏത് വാചകവും ക്യാപ്സ്യൂളാക്കുന്ന നേതാക്കന്മാർക്ക്, അണികൾക്ക് ഒരു മുന്നറിയിപ്പായിരിക്കണം ഈ വാർത്ത. വിയോജിപ്പുള്ളത് ശരിയായ രീതിയിൽ തുറന്നു പറയാമെന്നും ഈ പ്രസ്താവന സ്ത്രീ വിരുദ്ധതയാണെന്നും പാർട്ടി ഗ്രൂപ്പുകളിൽ ചർച്ചയുണ്ട്. ആലോചിക്കാതെ പറയുന്ന ചില കാര്യങ്ങൾ ഏത് രീതിയിൽ സമൂഹത്തിൽ പ്രതിഫലിക്കുമെന്നും ഏത് രീതിയിൽ അത് ഏത് പാർട്ടിക്കും ദോഷമാകുമെന്നും നേതാക്കന്മാർ തിരിച്ചറിയേണ്ടതാണ്. ഒരാളിനെ മോശക്കാരനാക്കാൻ എന്തും പറയുന്ന രീതി ഒരു പാർട്ടിക്കും അനുയോജ്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.